കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീടിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുകയാണ്. പ്രദീപ് ജോസഫ് ചേരുന്നത്. പ്രദീപ്, വിവരങ്ങൾ. രതീഷ്, കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്ത് 23 വയസ്സുകാരിയായ TTC വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പിന്നീടാണ് രക്ഷിതാക്കൾ സംഭവത്തിൽ പരാതിയുമായി രംഗത്തെത്തിയത്. വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും മതം മാറാൻ നിർബന്ധിച്ചിരുന്നു എന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. മാത്രവുമല്ല, അതിന് ശേഷം ഇത്തരത്തിൽ മതം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പെൺകുട്ടിക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. കൂടാതെ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ പാനായിക്കുളത്ത് അയാളുടെ വീട്ടിൽ പെൺകുട്ടിയെ എത്തിക്കുകയും അവിടെ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ മറ്റൊരു സുഹൃത്ത് ഇക്കാര്യം അറിയുകയും മറ്റെല്ലാവരെയും അറിയിക്കുകയും ചെയ്യുമെന്ന് ഫോണിൽ പറഞ്ഞതോടുകൂടിയാണ് പെൺകുട്ടിയെ വിട്ടയക്കാൻ തയ്യാറായത്. ഈ ഒരു സാഹചര്യത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പെൺകുട്ടിയുടെ അമ്മ ഇന്നലെ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് 3 മാസം മുൻപ് ഒരു അപകടത്തിൽ മുങ്ങി മരിച്ചതാണ്. ഒരു സഹോദരൻ മാത്രമാണ് ഉള്ളത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാവിലെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നലെയും BJP നേതാക്കൾ ഉൾപ്പെടെ വിവിധ കക്ഷി നേതാക്കൾ സന്ദർശനം നടത്തുകയും പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോതമംഗലത്ത് ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. രാവിലെ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം എളവൂരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിന് ഇരയായ കന്യാസ്ത്രീകളിൽ ഒരാളുടെ വീട് സന്ദർശിച്ചിരുന്നു. അവിടെ നിന്ന് നേരെ കോതമംഗലത്ത് ഈ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി വരികയായിരുന്നു. കോതമംഗലത്തിന്റെ ഉൾപ്രദേശത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക BJP നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. ഈ സന്ദർശനത്തിന് ശേഷം ഒരു പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചേക്കും. രാവിലെ ഒന്നും കണ്ടപ്പോൾ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരണം ആരായാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ല. അതേസമയം ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് പൊതുവിൽ ഉയരുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ മിനിസ്റ്ററെ? അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ. സർക്കാരിന്റെ ഇടപെടലുണ്ടാവും. ഓക്കെ, സർക്കാരിന്റെ ഇടപെടലുണ്ടാവും. കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. NIA അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്നാണ് പ്രതികരണവുമില്ല. മൗനമാണ് കേന്ദ്രമന്ത്രിയുടെ ഒരു പൊതു രീതിയായി കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണുന്നത്. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായില്ല. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴത്തെ കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തി. NIA അന്വേഷണം ഉൾപ്പെടെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കൂപ്പുകൈ മാത്രമാണ് സുരേഷ് ഗോപിയുടെ മറുപടി. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രതികരണം ഉണ്ടാകാതെ പോകുന്നത് എന്നത് വളരെ വിചിത്രമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരണമില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി സ്വീകരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഇപ്പോൾ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകില്ല. കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മടങ്ങുകയാണ്. പ്രദീപ് ജോസഫാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.